ഹായ് ഹലോ ഞാൻ സ്വന്തം പവിത്രല്ലേ. അപ്പം ഈ ഒരു സിറ്റുവേഷനിലെ കോവിഡൊക്കെ ആയിട്ട് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ നമുക്ക് വരുന്ന ചില പാളിച്ചകളാണ്, ചില അബദ്ധങ്ങളാണ്, നമ്മൾ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അത് നമ്മുടെ ഡെയിലി സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ നമുക്ക് പറ്റുന്ന ചില തെറ്റുകൾ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, സ്കിൻ കെയർ മിസ്റ്റേക്സ്. അപ്പോൾ ഈ സ്കിൻ കെയർ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രോബ്ലി നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ സ്കിൻ കെയറിൽ എന്ത് മിസ്റ്റേക്കാണ് വരിക അല്ലേ? അപ്പോൾ സ്കിൻ കെയർ മിസ്റ്റേക്സ് നിരവധി ആൾക്കാർക്ക് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. ഇപ്പം ഇവിടെ കാണുമ്പോഴെല്ലാവരും ചോദിക്കാറുണ്ട്, പിമ്പിൾസ് വരുന്നു, അതുപോലെ ഡ്രൈനെസ് വരുന്നു സ്കിന്നിൽ. അപ്പം സ്കിൻ ടൈപ്പുകൾ കുറേ ഉണ്ട്. ഓക്കെ, പല ടൈപ്പ് ഓഫ് സ്കിൻ ഉണ്ട്. നമുക്ക് മെയിൻലി അറിയുന്ന ഒരു 5 ടൈപ്പ് ഓഫ് സ്കിന്നാണ്. പക്ഷെ അങ്ങനെയല്ല, സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കാനായിട്ട് കുറേ സ്കിൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് മെയിൻലി നമുക്കറിയാവുന്ന കുറച്ച് സ്കിൻ ഉണ്ട്. ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ അല്ലേ? ഇങ്ങനത്തെ സ്കിൻ ഇത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല പ്രൊഡക്റ്റുകളിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊരു ഫേസ് വാഷ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളൊരു മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങുമ്പോഴോ ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും, ഇതൊരു സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടി മാത്രമുള്ളതാണ്, ഇതൊരു ഡ്രൈ സ്കിന്നിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം അതുപോലെ നമ്മളുടെ സ്കിൻ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന, എൻ്റെ സ്കിന്നിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് സെയിം ആയിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസമാണ്, അവരുടെ ടെക്സ്ചർ വ്യത്യാസമാണ്, ഇതൊക്കെയുണ്ട്. സ്ഥിരമായിട്ടും നമുക്ക് എപ്പോഴും പറ്റുന്ന കുറച്ച് ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്കിന്നെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക കെയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പിമ്പിൾസിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഓയിലി സ്കിന്നുകാർക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് എന്താ പറയുക, പിമ്പിൾസ് അല്ലേ? എപ്പോഴും ഉണ്ടാകും. അതിപ്പോൾ ഒരു പഠിക്കുന്ന ടീനേജർ ആണെങ്കിലും ശരി, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഈ പിമ്പിൾസിൻ്റെ പ്രശ്നം വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മുഖത്ത് നിറച്ച് ഒരു ദിവസം രാത്രി കിടക്കുമ്പം നമ്മുടെ മുഖത്ത് പിമ്പിൾസ് ഒന്നും ഉണ്ടാവില്ല. കാലത്ത് എണീറ്റ് നോക്കുമ്പോഴത്തേനും നമ്മുടെ മുഖത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ പിമ്പിളുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ സ്കിന്നിനെ പ്രോപ്പറായി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒരു 2-3 എക്സാമ്പിൾസ് പറയാം. കുറേ കാര്യങ്ങളുണ്ട്, അതിൽ 2-3 മെയിൻ പോയിന്റ്സ് പറയാം. നമ്മൾ എത്ര പേര് പുറത്തു പോയി തിരിച്ചു വന്നിട്ട്, ഈവൻ നമ്മളൊരു സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഈവനിങ് അല്ല വൈകുന്നേരം വരുന്ന ആൾക്കാരുണ്ടാവും. അവർ എന്താ ചെയ്യുക? നമ്മൾ വരുന്നു, വന്നോണ്ട് നമ്മൾ ബാഗൊക്കെ ഇടലിട്ട് വലിച്ചെറിയുന്നു, ഫോണൊക്കെ കൊണ്ടിലിടുന്നു, വെറുതെ വന്ന് കഴിക്കുന്നു അല്ലേ? ഇപ്പം സാനിറ്റൈസ് ചെയ്യുന്നു, മാസ്ക് ഊരി വെക്കുന്നു അല്ലേ? ഇതാണ് ഇപ്പോഴത്തെ ഒരു ഡെയിലി റൊട്ടീൻ വരുന്നൊരു കാര്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യും നമ്മുടെ കൈ അല്ലേ? നമ്മൾ സാനിറ്റൈസ് ചെയ്യും, നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യും. നമ്മൾ കുറച്ച് ലോങ് ആയിട്ടുള്ള ട്രാവലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വന്ന് നമ്മൾ കുളിക്കും അല്ലേ? നമ്മൾ എന്തായാലും കുളിക്കാതിരിക്കില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ആ ബോഡി ഹൈജീൻ ചെയ്യാണ്, നമ്മുടെ കൈ ഹൈജീൻ ചെയ്യാണ്, നമ്മുടെ മുഖം ഹൈജീൻ ചെയ്യാണ് അല്ലേ? നമ്മൾ അങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തത്, നമ്മുടെ മുഖത്തെ എല്ലാം ക്ലീൻ ചെയ്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊന്നും ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാസ്ക് ആണ്. നമ്മളെല്ലാവരും മാസ്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് പുറത്തു പോയാൽ നമ്മൾ തീർച്ചയായിട്ടും മാസ്ക് യൂസ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ദയവായി നിങ്ങൾ യൂസ് ചെയ്ത മാസ്ക് വീണ്ടും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ വാഷ് ചെയ്തിട്ട് ഉണങ്ങാതെ മാസ്ക് വയ്ക്കാതിരിക്കുക. ഇപ്പോൾ ഡബിൾ മാസ്ക് വരെ നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് എയർ സർക്കുലേഷൻസ് ഉണ്ടാവില്ലേ ഫേസിൽ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ മാസ്ക് ഇട്ട് കഴിയുമ്പോൾ ഇത്രയും ഏരിയാസ് നമ്മളുടെ മാസ്ക് കൊണ്ട് കവറായിരിക്കും.
പലപ്പോഴും ഇപ്പം ഈ ഏരിയാസിലൊക്കെ ആൾക്കാർക്ക് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നു. അതുപോലെ തന്നെ ആ ഏരിയാസിൽ കുരുക്കൾ വരുന്നു, പാടുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാസ്ക് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് അത് ഉണങ്ങാതെ യൂസ് ചെയ്യുന്നതുകൊണ്ടും സ്ഥിരമായിട്ട് 1-2 ദിവസം ഒരേ മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഇതൊന്നുമല്ലാതെ നമ്മൾ ഡബിൾ മാസ്ക് യൂസ് ചെയ്യും. ആ മാസ്കിൽ അറ്റം നമ്മുടെ സ്കിന്നിൽ പ്രസ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ടുമാണ് ഈ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നത്. അത് കഴിവതും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി മാസ്ക് മാറ്റുക, വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയ മാസ്ക് മാത്രം. അതായത് എനിക്ക് തോന്നുന്നു ഇത്രയും എന്താ പറയുന്നത് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ പലരും തുണി കൊണ്ടുള്ള മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അത് തുണി കൊണ്ടുള്ള സിംഗിൾ മാസ്ക് യൂസ് ചെയ്ത് പുറത്തു പോകുന്ന ആൾക്കാരെയാണ് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലാണ് കേട്ടോ, എല്ലാവരെയും ഞാൻ അടച്ചു പറയല്ല, കൂടുതലും എല്ലാവരും അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോപ്പറായിട്ട് ആ തുണിയുടെ ക്ലോത്ത് ആണല്ലോ, നോർമൽ കോട്ടൺ അല്ലെങ്കിൽ പോളിസ്റ്റർ ലൈക്ക് എന്തെങ്കിലും ഒരു കോട്ടൺ മെറ്റീരിയലായിരിക്കും. ആ മെറ്റീരിയലുള്ള മാസ്ക് നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേനും അതിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളത് മുഖത്തോട് ഒട്ടിയിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ പിമ്പിൾസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ നമ്മൾ പുറത്തു പോയിട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് സ്ഥിരമായിട്ട്. ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫേസൊക്കെ വാഷ് ചെയ്യുന്നവർ തന്നെ കുറവാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ മുഖത്തൊന്നും തേക്കില്ല. ദയവേത് നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് പിമ്പിൾ പാടില്ല, പോർസ് പാടില്ല, പാടുകൾ പാടില്ല. നിങ്ങളൊരു ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ രാത്രി ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസറോ ഉപയോഗിക്കുക. അത് എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക. കാരണം എപ്പോഴുള്ളൊരു ചോദ്യമാണ്, ഈ മോയ്സ്ചറൈസറോ ഓയിലൊക്കെ തേച്ച് കഴിയുമ്പോൾ അതൊക്കെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ കുരുക്കൾ വരില്ലേ എന്നുള്ളത്. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ സെൽസൊക്കെ റിജിനേറ്റ് ചെയ്ത ടൈമാണ്. നമ്മുടെ ആ ഒരു സെൽസ് പ്രൊഡക്ഷൻസ് നടക്കുന്ന ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ മുഖം ഡ്രൈ ആവാൻ വിടരുത്. ഡ്രൈ ആവാൻ വിടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ ഡാൻഡ്രഫുള്ള ആൾക്കാരുടെ തലയിൽ അല്ല ആ ഡാൻഡ്രഫുള്ള ആ തല നമ്മൾ പില്ലോയിൽ വെച്ചിട്ടായിരിക്കും കിടക്കുക. അതേ പില്ലോയിൽ തന്നെ ആയിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല ഇങ്ങനെ ആക്കി വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ കവിള്, നെറ്റി, ചിലപ്പോൾ കമന്ന് കിടക്കുന്നവരാണെങ്കിൽ നെറ്റി, മുഖം, മൂക്ക്, കവിള് എല്ലാ ഭാഗവും ആ പില്ലോയിലായിരിക്കും വരിക അല്ലേ. അത് അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മുഖത്ത് ഈ പില്ലോ ഇങ്ങനെ വെച്ചതാ ഇങ്ങനെ പ്രസ് ചെയ്തായിരിക്കും കിടക്കുക. അപ്പോൾ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് ആ പില്ലോയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ആ പില്ലോയിലായി, ആ പില്ലോയിലെ സാധനം നമ്മുടെ മുഖത്തായി നമുക്ക് തീർച്ചയായിട്ടും പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പില്ലോസ് കഴിവതും 1-2 ദിവസം കൂടുമ്പോഴോ മാറ്റുക. ഓക്കെ, നിങ്ങൾ 1 മാസവും 2 മാസവും 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ മാറുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റ് മാറുന്ന ടൈം എപ്പോഴോ അപ്പം മാത്രം പില്ലോസ് മാറും. ഞാനീ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പിമ്പിൾസ് വരുന്ന സ്കിന്നുകാരുണ്ട്, ഓയിൽ സ്കിന്നുകാർ. ആ ഓയിൽ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെയിൻ ടിപ്പാണ് ഞാനീ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ പിമ്പിൾസ് പോകണം എന്ന് ആഗ്രഹിക്കുന്നുള്ളവർ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തണം. ഓക്കെ, ഇനിയും പിന്നെയും നമ്മളെപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അത് മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് പറ്റില്ലേ. നമുക്ക് എന്താ പറയുക, കോൾസ് ആയിരിക്കാം. ഇപ്പോൾ വീഡിയോ കോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിരുന്നാണ് സംസാരിക്കുന്നത്. അത് സെയിം ടൈം നമ്മൾ മൊബൈൽ ഫോൺ സാധാരണ എങ്ങനെ യൂസ് ചെയ്യും, ഇങ്ങനെ മൊബൈൽ ഫോൺ എടുക്കുക, ഹലോ വിളിച്ച് സംസാരിക്കുന്നത് അല്ലേ. അത് നമ്മളിങ്ങനെ ഇത് സംസാരിക്കും, പിന്നെ ഇങ്ങനെ ഇത് സംസാരിക്കും, പിന്നെ ഇത് കഴിഞ്ഞ് ഈ സൈഡ് ബോറടിക്കുമ്പോൾ നമ്മൾ ഈ സൈഡിൽ സംസാരിക്കും. ഓക്കെ, ഇങ്ങനെ സമയത്ത് നമ്മൾ എത്ര പേര് നമ്മളുടെ ഫോൺ ക്ലീൻ ചെയ്യാറ്? ഫോണിൻ്റെ ഈ ഒരു ഭാഗം, നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്ന സാധനം നമ്മൾ പല സ്ഥലത്ത് ഇടുന്നതാണ്. നമ്മളെ ബാഗിലിടും, ഓക്കെ, നമ്മൾ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ പോക്കറ്റിലിടാം, അല്ലെങ്കിൽ നമ്മൾ ബെഞ്ചിൽ, ഡെസ്കിൽ, നമ്മൾ പോകുന്ന സ്ഥലത്ത്, ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയാൽ മേ ബി നമ്മൾ ആ ഷോപ്പിൻ്റെ അവിടെ വയ്ക്കാം. ഇതൊക്കെ ബാക്ടീരിയാസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ സാധനം എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഹലോ എന്ന് വയ്ക്കുമ്പോൾ
നമ്മുടെ ഈ കവിളിൽ മുട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം റെഗുലർലി നമ്മുടെ ഫോൺ ഒരു എന്താ പറയുക, ഇത്ര ഫിക്സഡ് ടൈമൊന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫോൺ ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ പിമ്പിൾസിൻ്റെ ഒരു ഇത് കുറയ്ക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ എടുത്ത് ബാത്റൂമിൽ പോകുന്ന വളരെയധികം ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വാഷ്റൂമിൽ പോയി കഴിയുമ്പോൾ ഈ ഫോണിൻ്റെ സ്ഥാനം വാഷ് ബേസിൻ അല്ലെങ്കിൽ അതിൻ്റെ ജനലിൻ്റെ മണ്ടയിൽ, അതുമല്ലെന്നുണ്ടെങ്കിൽ ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിൽ ഒക്കെ ആയിട്ട് ഈ ഫോൺ വയ്ക്കും. ഓക്കെ, ഇങ്ങനെ വയ്ക്കുന്നവരുണ്ടാവാം, ഇങ്ങനെ വയ്ക്കുന്നവരുണ്ടാവാം. അണുക്കളുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മളുടെ വാഷ് ഏരിയ എന്ന് പറയുന്നത്, അല്ലേ? ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങളെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫോൺ ക്ലീൻ ചെയ്യണം. ഓക്കെ, പിന്നെന്താ പറയുക, ഈ ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അധികം ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണെന്ന് തോന്നുന്നു. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ മറക്കരുത്. ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ എല്ലാം കൊണ്ടുവരാം. അതുപോലെ തന്നെ പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓയിൽ ഫേസിലാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സ്കൂളുകളുണ്ട്, അവർക്ക് നല്ല എന്താ പറയുക ഫേസ് വാഷസ് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള, ഓയിലി സ്കിന്നുകാർക്ക് ഓയിലി സ്കിന്നിന് വേണ്ടിയും, ഡ്രൈ സ്കിന്നുകാർക്ക് ഡ്രൈ സ്കിന്നിന് വേണ്ടിയും, നോർമൽ സ്കിന്നുകാർക്ക് നോർമൽ സ്കിന്നിന് വേണ്ടിയിട്ടും ഉള്ള ഫേസ് വാഷസ് ഉണ്ട്. അത് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുക, ഡെയിലി നമ്മളിപ്പോൾ എല്ലാവരും പറയാറുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തലയിൽ എണ്ണ തേക്കാറുണ്ട്, അല്ലേ? അപ്പം കുറേ ആൾക്കാർ നമ്മളിപ്പോൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് മുടി ഇതുപോലെ അഴിച്ചിട്ടിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഹെയറിലുള്ള ഓയിൽ കണ്ടന്റ് ഇതുപോലെ തന്നെ മുഖത്ത് ഇതുപോലെ പ്രസ്സായി മുഖത്ത് പിമ്പിൾസ് വീണ്ടും വരും. നമ്മുടെ മുഖത്ത് ഓൾറെഡി ഓയിലുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ പുറത്തുനിന്നുള്ള ഈ അഴുക്കും ഓയിലും കൂടിയാണ് പ്രസ് ചെയ്തിട്ട് ചിലപ്പോൾ 1-2 മണിക്കൂർ നമ്മൾ അങ്ങനെ തന്നെ കിടന്നു വരാം. ചിലപ്പം രാത്രി കിടന്നിട്ട് രാവിലെ എണീക്കുന്നവരും ഉണ്ടാവും. അത് ഒരേ പൊസിഷനിൽ കിടക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ കിടന്നുറങ്ങുന്നവരും ഉണ്ടാവും. അപ്പം അതും നമുക്ക് പിമ്പിൾസ് വരാനുള്ള കാരണങ്ങൾ കൂട്ടുന്നതാണ്. പിന്നെ പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ക്രബ്, അതായത് ഫേസിൽ ഉപയോഗിക്കുന്ന സ്ക്രബുകൾ. ആ സ്ക്രബുകൾ ഒരുപാട് തരിതരിപ്പുള്ള സ്ക്രബുകൾ എടുത്തിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാണ്, നമ്മുടെ സ്കിൻ കുറച്ച് നേരത്തേന് ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി നിങ്ങൾക്ക് കുറച്ച് നേരം നന്നായി നിങ്ങൾക്ക് തോന്നാം. നിങ്ങളുടെ സ്കിന്ന് കുറച്ചും കൂടി നന്നായി, അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ സ്കിന്ന് സ്ക്രാച്ച് ആവുകയാണ്. നിങ്ങൾക്ക് സ്ക്രബേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ വൺസ് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ യൂസ് ചെയ്യുമ്പോൾ തന്നെ മൈൽഡായിട്ടുള്ള സ്ക്രബേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ മൈൽഡായിട്ട് സ്ക്രബേഴ്സിന് നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഓട്സോ അതൊക്കെ യൂസ് ചെയ്യാം. അതൊന്നും വലിയൊരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് തെരുതെരിപ്പ്, ഒരുപാട് പ്രസ് ചെയ്യില്ല. നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റഫ്നെസ് അധികം അറിയാത്ത ടൈപ്പ് സ്ക്രബ് ഇട്ട് വേണം നമ്മൾ ശരിക്കും നമ്മുടെ ഫേസ് നോസ് ഏരിയ ഒക്കെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി. ഇത്തരം ടിപ്പുകൾ നമ്മൾ ഈ കൊറോണ കാലത്ത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പം വർക്ക് ഫ്രം ഹോമിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി, പുറത്ത് പോയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും ശരി, എത്ര സമയം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ശരി, ദയവായി നിങ്ങൾ ഈ പറഞ്ഞ 4 ടിപ്പുകൾ, അതായത് നിങ്ങളുടെ പില്ലോ കവേഴ്സ് വൺസ് ഇൻ എ വീക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഒത്തിരി ലാഗായി പോകും. മാക്സിമം ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ എത്ര ലേറ്റ് ആണെങ്കിലും നിങ്ങൾ എത്രയൊക്കെ വയ്യെന്ന് പറഞ്ഞാലും ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസറോ ഓയിലോ യൂസ് ചെയ്തതിന് ശേഷം മാത്രം രാത്രിയിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ഈ സ്ക്രബേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അധികം ഡ്രൈ ആയിട്ടുള്ള സ്ക്രബേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹൈജീൻ അത് ശ്രദ്ധിക്കുക. പിന്നെ മാസ്ക് വാഷ് ചെയ്ത് ഉണക്കിയ ശേഷം